ഇടത് സുന്ദരെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ ജാഗ്രത പുലർത്തണമെന്ന CPM പ്രവർത്തന റിപ്പോർട്ട്. അതാണ് ഈ പ്രവർത്തന റിപ്പോർട്ടിൽ ഒരേ പരാമർശങ്ങളാണ് ഇനി അടുത്ത ദിവസങ്ങളിൽ ചർച്ച. സ്വാഭാവികമായും ഒന്ന് ഈ പറയുന്നത് പോലെ സംസ്ഥാന സമ്മേളനം നടക്കുന്നതിനിടയിലുള്ള മുകേഷിന്റെ അസാന്നിധ്യം, മറ്റൊന്ന് PV അൻവറുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ, വലിയ വില കൊടുക്കേണ്ടി വന്നു പാർട്ടിക്ക് അതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ സ്വതന്ത്രരെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുന്ന ഒരു രാഷ്ട്രീയ തന്ത്രം എന്ന നിലയ്ക്കാണ് CPM ഇക്കാലം അത്രയും കണ്ടത് എങ്കിൽ ആ രാഷ്ട്രീയ തന്ത്രം എന്നതിനപ്പുറത്ത് രാഷ്ട്രീയമായി വില കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്നതുകൂടി പരിശോധിച്ച് ഉറപ്പിച്ച് ഒക്കെ വേണം. മുൻപൊക്കെ ആണെങ്കിൽ പാർട്ടി അംഗത്വം കൊടുക്കുന്നതിൽ പോലും വലിയ ജാഗ്രത വെച്ചു പുലർത്തിയ ഒരു പ്രസ്ഥാനമാണിത്. എന്തായാലും കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവങ്ങൾ അത് ഏതൊക്കെ രീതിയിലാണ് പാഠങ്ങളാക്കി മാറ്റുക, ഏതൊക്കെ രീതിയിലാണ് വരും കാലങ്ങളിലെ പ്രവർത്തനങ്ങളിൽ മാറ്റം കൊണ്ടുവരാൻ പോകുന്നത്. ഇപ്പോൾ ഇത്തരത്തിൽ രാഷ്ട്രീയ കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ വികസനത്തിലെ സർക്കാരിൻ്റെ പാർട്ടിയുടെ നയത്തിലായാലും ഒക്കെ സമഗ്രമായ മാറ്റങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു സമ്മേളനമായിരിക്കും ഈ അടുത്ത ദിവസങ്ങളിൽ നടന്നു പോകുന്നത് എന്ന് വ്യക്തമാണ്. അങ്ങനെയുള്ള പ്രതികരണങ്ങളാണ് ഓരോ വിഷയത്തിലും നേതാക്കളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സ്വതന്ത്രരെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മാത്രമല്ല, CPMന്റെ വോട്ട് ചോരുന്നതിലും ആശങ്കയെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുകയാണ്. ആ ചോരുന്ന വോട്ട് എങ്ങോട്ട് പോകുന്നത്, BJPയിലേക്കാണ് എന്നത് പാർട്ടിക്ക് ഏത് രീതിയിലാണ് പ്രതിസന്ധി ഉണ്ടാക്കാൻ പോകുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും ഒക്കെ തങ്ങൾക്ക് ഉറപ്പെന്ന് കരുതിയ വോട്ടുകൾ എങ്ങോട്ടേക്ക് പോയി എന്നതൊക്കെയാണ് സമഗ്രമായി. CPMന്റെ ഒരു ഗുണമാണ് എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി ചർച്ച ചെയ്ത് പഠിച്ച് അതിൻ്റെ വിലയിരുത്തലുകൾ നടത്തി അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ പാർട്ടി ഒരുക്കുക എന്നത്. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. സ്റ്റെഫിൻ, പ്രതിനിധി സമ്മേളനത്തിന്റെ ആദ്യ ദിനം അല്ലെ? അപ്പോൾ വിശദമായ ചർച്ചകൾ ഉണ്ടാകും പല വിഷയങ്ങളിൽ. ഈ രണ്ട് വിഷയങ്ങളിലാണ് പ്രധാനമായും ഇന്നത്തെ ചർച്ചകൾ നടക്കുന്നത് എന്നറിയുന്നു. ഒന്ന്, സ്വതന്ത്രരുമായി ബന്ധപ്പെട്ടുണ്ടാകേണ്ട ജാഗ്രത, രണ്ടാമത്തേത് വോട്ട് ചോർച്ച. ഏത് തരത്തിലുള്ള ചർച്ചകളാണ് സമ്മേളനവേദിയിൽ? മധു, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് നടന്ന ഈ പ്രതിനിധി സമ്മേളനത്തിൽ തുടക്കത്തിൽ തന്നെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആ പ്രവർത്തന റിപ്പോർട്ടിൽ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഒരു ഭാഗത്തുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ പ്രധാനമായും ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരമനുസരിച്ച് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. കാരണം നമുക്ക് അറിയാം, ഈ സമീപകാലത്ത് രണ്ടാം പിണറായി സർക്കാരിന് ഏറ്റവും അധികം പ്രതിസന്ധി ഉണ്ടാക്കിയത്, സർക്കാരിനെ തന്നെ പ്രതിരോധത്തിലാക്കിയത് PV അൻവർ ഉയർത്തിവിട്ട ആരോപണങ്ങളാണ്. അത് ചെന്നു നിന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും അതോടൊപ്പം തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും ഒക്കെ എതിരായിട്ടാണ്. അതിനെ തുടർന്നുള്ള നടപടികളും PV അൻവറിന്റെ ആ ഒരു മുന്നണിയിൽ നിന്നുള്ള പുറത്തുപോക്കുമെല്ലാം നമ്മൾ കണ്ടതാണ്. ആ സന്ദർഭത്തിലാണ് ഈ CPMന്റെ പ്രവർത്തന റിപ്പോർട്ടിൽ സ്ഥാനാർത്ഥിത്വം സൂക്ഷിച്ചു വേണമെന്നുള്ളൊരു പരാമർശം വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇടത് സ്വതന്ത്രരെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അത് പാർട്ടിക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, അത് ഈ PV അൻവറിന്റെ മാത്രം വിഷയത്തിലല്ല, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അനുസരിച്ച് ആണെങ്കിൽ M മുകേഷിന്റെ കാര്യത്തിലായാലും മുൻപ് ഇടത് സ്വതന്ത്രരായി നിർത്തി ജയിപ്പിച്ച സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ടാണെങ്കിലും പലതരത്തിലുള്ള ആരോപണങ്ങൾ, സാമ്പത്തികമടക്കമുള്ള പ്രശ്നങ്ങൾ, ഗുരുതര ആരോപണങ്ങൾ അവർക്കെതിരെ ഉണ്ടാകുന്നു. ഇപ്പോൾ സമീപകാലത്ത് നോക്കിക്കഴിഞ്ഞാൽ മുകേഷ് MLAക്കെതിരെ ഒരു ലൈംഗിക ആരോപണ കേസിൽ കുറ്റപത്രം കൂടി സമർപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുകേഷ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുമില്ല. ഇന്ന് മുകേഷിന്റെ മണ്ഡലത്തിൽ നടക്കുന്ന സമ്മേളനം, 30 വർഷങ്ങൾക്ക് ശേഷം കൊല്ലം ജില്ലയിലേക്ക് വന്ന സമ്മേളനം, അതിൽ മുകേഷിന്റെ ഒരു അഭാവമുണ്ട്. അതൊക്കെ അതീവ ഗൗരവത്തോടു കൂടി പാർട്ടി കാണുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഏതായാലും ഈ പ്രവർത്തന റിപ്പോർട്ടിൽ ഈ കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഇടത് സ്വതന്ത്രരെ സ്ഥാനാർത്ഥിയാക്കുന്നത് അതീവ ഗൗരവത്തിൽ അതീവമായി സൂക്ഷിച്ചുകൊണ്ട് വേണം എന്നുള്ള കാര്യമാണ് പറഞ്ഞു വയ്ക്കുന്നത്. സംഘടനാ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രതിപാദിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ സ്വതന്ത്രരെ സ്ഥാനാർത്ഥിയാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രത, അതിനൊപ്പം തന്നെ രണ്ടാമത്തെ പ്രശ്നമായുള്ളത് വോട്ട് ചോർച്ച എന്നുള്ള കാര്യം കൂടി. ഇതിനോടൊപ്പം തന്നെയാണ് സ്ഥലത്തെ, ഇപ്പോൾ സ്റ്റെഫിന ജസ്റ്റ് സൂചിപ്പിച്ചു, മുകേഷ് സ്ഥലത്തില്ലാത്തത്. അദ്ദേഹം സ്ഥലം MLA ആണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ സംഘാടനത്തിലൊക്കെ ഏറ്റവും മുന്നിട്ട് നിൽക്കേണ്ട ആളാണ്. എന്തുകൊണ്ട് ഈ അസാന്നിധ്യം എന്ന കാര്യത്തിൽ സിനിമ ഷൂട്ടിംഗ് എന്നതാണ് പുറമേക്ക് പറയുന്ന കാര്യം. മാത്രമല്ല, മുകേഷിനെ കാണുന്നില്ല എന്നുള്ളത് ഒരു പുതിയ പരാതിയോ ഒന്നുമല്ല. കോൺഗ്രസ് തന്നെ MLA കാണാനില്ല എന്ന തരത്തിൽ ഒരു പരാതി പോലും മുന്നോട്ട് വെക്കുന്ന പഴയ കാലം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ സമ്മേളന സമയത്ത് പോലും മുകേഷ് അവിടെ ഇല്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സംഭവമായി നിൽക്കുന്നു.